ഹായ് ഫ്രണ്ട്സ്, KPS വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് കിടക്കാം. ഇത് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഓർക്കിഡാണ്. ഓർക്കിഡിനെ പറ്റി പറയാനാണ് പോകുന്നത്. ഓർക്കിഡ് എന്ന് പറഞ്ഞാൽ ഒരുപാട് തരം ഓർക്കിഡ് ഉണ്ട്. അപ്പോൾ അതിൽ ഒരു തരം ഓർക്കിഡാണ് ഞാനിതിപ്പോൾ ഈ ചട്ടിയിൽ നിന്ന് മാറ്റി കുഴിച്ചിടാൻ വേണ്ടിയാണ്. ഈ ചട്ടി കാണുന്നില്ല, ഒരുപാട് ഓർക്കിഡും ഉണ്ട്. ഇതെല്ലാം പൂക്കാഴ്ചതാണ്. ഒരുപാട് ഓർക്കിഡ് തൈകളും ഉണ്ട് ഇതിൻ്റെ അകത്ത്. പിന്നെ എന്ന് പറഞ്ഞാൽ നാരങ്ങ തൈയൊക്കെ പൊടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് നാരങ്ങ തൈയെല്ലാം വേറെ മാറ്റി വെച്ചിട്ട് ഈ ഓർക്കിഡ് നമുക്ക് ഓരോരോ ബൾബ് പൊട്ടിച്ചിട്ട് മാറ്റി കുഴിച്ചിടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിന്ന് ചെയ്യുന്നത്. ഈ ഓർക്കിഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മേലെ വേഗം പെട്ടെന്ന് തന്നെ പൂക്കയക്കും. വേറൊരു ഓർക്കിഡ് ഉണ്ട്, അതിന് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടുത്ത് ഇപ്പോൾ 3-4 കൊല്ലമായി ഓർക്കിഡ്. അത് കഴിച്ചിട്ടില്ല. എറണാകുളത്ത് പോയ സമയത്ത് വാങ്ങിച്ചതാണ് ആ ഓർക്കിഡ്. അപ്പോൾ അതിൻ്റെ മേലെ ഇതുവരെ പൂവുണ്ടായിട്ടില്ല. അത് ആയി വരികയും ചെയ്യുന്നു, പിന്നെ പോയി പോവുകയും ചെയ്യുന്നു, ശരിക്കും നിൽക്കുന്നില്ല. അപ്പോൾ ഇതിൻ്റെ മേലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്രത്യേകിച്ച് പെട്ടെന്ന് ആവുകയും ചെയ്യും. ഇതിൻ്റെ ഒരു ഇത് കണ്ട വിത്ത് പറിച്ചിട്ട് പാകി നോക്കണം. ഇത് പൊടിക്കുമോ നോക്കാൻ, ഇതിൻ്റെ തൈയായിട്ട് വരുമോ നോക്കാൻ വേണ്ടിയിട്ട് പാകി നോക്കണം. പിന്നെ ഇതിനെന്ന് പറഞ്ഞാൽ അടുത്ത പൂവുണ്ടാകാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ഇത് മാറ്റിയിട്ട് നടുക വേണ്ടത്. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് തൈകളുണ്ട് ഇതിൻ്റെ അകത്ത്. കണ്ട ഒരുപാട് തൈകളുണ്ട്. ഈ തൈകളൊക്കെ ഓരോന്നോരോന്നായിട്ട് വെച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് ചട്ടി നിറച്ചു ആക്കിയിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. അതുകൊണ്ട് ഇതിനെ ഓരോന്നോരോന്നാക്കിയിട്ട് നമുക്ക് വെക്കാം. നമുക്ക് ഈ ഓർക്കിഡ് മാറ്റി നടാൻ വേണ്ടിയിട്ട് ആണില്ലേ, ഈ ഓർക്കിഡ് മാറ്റി നടാൻ വേണ്ടിയിട്ട് ഈ ചട്ടി കാലിയാക്കാമെന്ന് വിചാരിക്കുന്നു. ഈ ചട്ടിയിൽ ആവശ്യമില്ലാത്ത കുറേ പപ്പായ തൈയാണുള്ളത്. അതൊക്കെ നമുക്ക് പൊരിച്ചിട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഈ ചട്ടിയിൽ തന്നെ ഇതിനെ വെക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ മുഴുവനായിട്ട് നമുക്ക് പൊരിച്ചെടുക്കണം. അപ്പോൾ ഇതിനെ നമുക്ക് നന്നായിട്ട് ഇളക്കിയെടുക്കണം. നല്ല വേരോടുകൂടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെ മാറ്റി നട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് തേക്കുന്നതാണ്. അപ്പോൾ നമുക്കിതെല്ലാം ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് പൊരിച്ചെടുക്കാം. അപ്പോൾ ഈ ചട്ടി കാലിയായിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇതെല്ലാം പൊരിച്ചെടുക്കുന്നത്. വലിയ തൈകളായിട്ടുണ്ട്. ചട്ടിയിൽ കുരുപ്പാകിയിട്ട് പൊടിച്ചതാണ്. അപ്പോൾ വലിയ തൈകളായിട്ടുണ്ട്, നല്ല വേരുമുണ്ട്. അപ്പോൾ നമുക്കിതിനെ മാറ്റിക്കുഴിച്ചിട്ടാൽ എത്രയും പെട്ടെന്ന് തന്നെ അവിടെ ആവുന്നതാണ്. നല്ല തൈകളാണ്, പപ്പായ തൈകൾ. ഇന്ന് മുഴുവൻ ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഞാനിപ്പോൾ നല്ല ചട്ടി കാലിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല വളമുള്ള മണ്ണുള്ള ചട്ടിയാണ്. അതിൻ്റെ ഇടയിൽ റോസിൻ്റെ ചെറിയ തൈ കൂടിയുണ്ട്. അതിനും ആവശ്യത്തിന് വേരൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് ഇതും മാറ്റി നട്ടാൽ നന്നായിട്ട് റോസിൻ്റെ തൈ ആവുന്നതാണ്. നമുക്കിനി ഈ മണ്ണ് കളയണ്ട എന്ന് വിചാരിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ കുറച്ചായിട്ടേ ഉള്ളൂ ഈ പോട്ടി മിക്സൊക്കെ തയ്യാറാക്കി ഈ മണ്ണിട്ടിട്ട്. അപ്പോൾ ഈ മണ്ണിൽ തന്നെ നമുക്ക് ഈ ഓർക്കിഡ് പൊരിച്ചിട്ട് മുഴുവനായിട്ട് മാറ്റി നടാം. മണ്ണ് ഉറക്കാൻ വേണ്ടിയുള്ള ഐഡിയ കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ സൈഡായിട്ട് വെച്ച് കഴിഞ്ഞാൽ മണ്ണിൻ്റെ ആവശ്യം കുറയുമല്ലോ. അപ്പോൾ അതിനുശേഷം കുറച്ച് ആവശ്യത്തിന് മണ്ണിട്ട് കൊടുക്കുക. ആദ്യം അടിയിൽ ആദ്യത്തെ മണ്ണിടാം. അതിനുശേഷം നമുക്കിത് ഇളക്കി നോക്കാം അല്ലേ. ചെടിയിലെ തൈകളെല്ലാം എല്ലാം ഇളകി വന്നിട്ടുണ്ട്. മൊത്തം പേരെടുത്തിട്ട് നോക്കിയാൽ നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഇതിനെല്ലാം ഒന്ന് പൊട്ടിക്കണം. വേരൊക്കെ കട്ട് ചെയ്തിട്ട് കുറേ ഭാഗം വേര് ആവശ്യമില്ല, അതൊക്കെ കട്ട് ചെയ്തിട്ട് വെക്കാം. ഇപ്പോൾ 2-3 ഉണ്ട്.
അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് വെക്കാം. ഈ ചെടി ഇതിൻ്റെ അകത്ത് തന്നെ വെക്കാം. കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പൂവൊന്നും ഞാൻ പറിച്ചിട്ടില്ല. പൂവെല്ലാം അങ്ങനെ തന്നെ ഉണ്ട്. അതങ്ങനെ തന്നെ നോട്ട്. അത് കളയാൻ മനസ്സ് വരാത്തതുകൊണ്ട് അത് അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വേര് കുറേ ഭാഗം ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. കാരണം മുഴുവൻ വേരാകുമ്പോൾ ഒരുപാട് വേരായി പോകുമല്ലോ. അപ്പോൾ അതിൻ്റെ അടിഭാഗത്തുള്ള വേരെല്ലാം കട്ട് ചെയ്തിട്ട് കുറേ ഭാഗം കട്ട് ചെയ്തിട്ട് കുറച്ച് വേര് മാത്രം വെച്ചിട്ട് ഇതിൻ്റെ 3-4 ചെടി തന്നെ തൈ തന്നെ ഞാൻ വെക്കുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഒന്ന് പോയിട്ടുണ്ടെങ്കിൽ ചീഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ വേറെ ഒന്ന് ബാക്കിയാവുമല്ലോ. ആ സ്ഥിതിക്ക് ഞാൻ ഇത് മുഴുവനായിട്ട് വെക്കുന്നുണ്ട്. ബാക്കി അടുത്ത വേറൊരു ചട്ടിയിലും കൂടി വെക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് വെച്ചിട്ട് നമുക്ക് മണ്ണിട്ട് കൊടുക്കാം. പിന്നെ ഈ ഒരു തൈ ഞാൻ ഇതിൻ്റെ അകത്താണ് വെക്കുന്നത്. ഇത് കുറച്ച് ചെറിയ തൈയാണ്. ഇതിൻ്റെ അകത്ത് പൂവൊന്നും ഉണ്ടായിട്ടില്ല. ഇനിയിപ്പോൾ ഇത് വളയെല്ലാം കൊടുത്തിട്ട് നമ്മൾ മാറ്റി നട്ടിട്ട് വളയെല്ലാം കൊടുത്തിട്ടാകുമ്പോഴത്തേക്ക് പൂവെല്ലാം കായ്ക്കും. ഇതെന്ന് പറഞ്ഞാൽ ഇതും ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് വെച്ചിട്ട് കുറച്ച് മണ്ണൊക്കെ ഇട്ട് കൊടുത്ത് കുറച്ച് നമ്മളെ വളം എന്ന് പറഞ്ഞാൽ മെയിനായിട്ടുള്ള വളം എന്ന് പറഞ്ഞാൽ ഇതാ ഈ ചാണകം കലക്കിയതാണ് എൻ്റെ മെയിനായിട്ടുള്ള വളം. വേറെ മറ്റുള്ള വളങ്ങളൊന്നും ഞാൻ ഇടാറില്ല. ഈ ചാണകം തന്നെ ഓൾറെഡി പച്ച ചാണകം വെള്ളത്തിൽ കലക്കിയിട്ടാണ് ഞാൻ ഒഴിക്കാറ്. അപ്പോൾ ആ ചാണകം ഒഴിച്ചിട്ട് ഇത് നമുക്കിങ്ങനെ ഒഴിച്ചിട്ട് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ ഒരു തൈ ബാക്കിയുണ്ട്. ആ ഒരു തൈയും കൂടി നമുക്ക് എക്സ്ട്രാ ഇതിൻ്റെ സൈഡിലാക്കിയിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ മെയിനായിട്ട് ഞാൻ ഇത് മാറ്റാൻ കാരണം ആ നാരങ്ങൻ്റെ തൈയല്ല ഇതിൻ്റെ സൈഡിലുള്ളതുകൊണ്ടാണ് മാറ്റിയത്. അപ്പോൾ ഇതിങ്ങനെ ആക്കിയിട്ട് നട്ട് കഴിഞ്ഞാൽ രണ്ടും കൂടി നല്ല വേരെടുത്തിട്ട് നല്ലോണം കായ്ക്കുന്നതാണ്. അപ്പം ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ എൻ്റെ സാധാരണ വളമുണ്ട്. ചാണകം കലക്കിയ സാധാരണ സെയിം വളമാണ് ഞാൻ കൊടുക്കുന്നത്. വേറെ പ്രത്യേകിച്ച് ഞാൻ വളമൊന്നും കൊടുക്കാറില്ല. അപ്പോൾ ആ വളം തന്നെ കൊടുത്തിട്ട് നമുക്ക് ഇതിനെ ഈ 2 ചട്ടിയിലാക്കി. അപ്പോൾ ഞാൻ ഈ ഓർക്കിഡ് രണ്ടും 2 ചട്ടിയിലാക്കി മാറ്റി നട്ടിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ച് വളമൊന്നും കൊടുത്തിട്ടില്ല. മാറ്റി നട്ടിട്ട് ഞാൻ ഞാൻ സാധാരണ ചെയ്യുന്ന ചാണകത്തിൻ്റെ വളമാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഈ ചട്ടിയിലും 2 ചട്ടിയിലാക്കിയിട്ടാണ് ഞാനിപ്പോൾ നട്ടിട്ടുള്ളത്. 2 ചട്ടിയിലും നട്ടിട്ട് മൊത്തമായി തന്നെ നട്ടിട്ട് 2 ചട്ടിയിലാക്കിയിട്ട് മൊത്തമായിട്ട് തന്നെ നട്ടിട്ട് അതിൻ്റെ ഫ്ലവറൊന്നും കട്ട് ചെയ്തിട്ടില്ല. ഫ്ലവറെല്ലാം വെച്ച പോലെ തന്നെ ഉണ്ട്. ഇതിനിപ്പോൾ അടുത്ത ഫ്ലവർ ഉണ്ടാകാൻ പോകുന്നതാണ്. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് നശിപ്പിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് അതുപോലെ തന്നെ വെച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ ഈ രണ്ടും മുന്നോട്ട് പോകുന്നതാണ്. കാരണം എന്ന് പറഞ്ഞാൽ ആ ചട്ടിയിൽ ഒന്നാമതേ ആ നാരങ്ങത്തൈയൊക്കെ ഉള്ളതുകൊണ്ടാണ് മാറ്റിയത്. അപ്പോൾ ഇപ്പോൾ ഇത് നല്ല നിലയിൽ തന്നെ അത് മാത്രമായിട്ട് മുന്നോട്ട് പോകുമല്ലോ. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ കായ്ക്കുകയും ചെയ്യും ഇതിൻ്റെ ഫ്ലവർ. കാരണം വെച്ചാൽ ഞാൻ പറഞ്ഞ മറ്റേ ഓർക്കിഡിൻ്റെ മാതിരിയല്ല. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ മാറ്റി വരുന്നവരേക്കും ബായ്.